സകണാശ്ശേരിയാണ്. നമ്മളെ ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. NSSും SNDPയും ഒരുമിച്ച് പോകുന്നതിന് എതിരെ നമുക്ക് അവരോട് പരസ്പരം വിവാഹം കഴിക്കാൻ വേണ്ടി അതിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ബഹുമാനപ്പെട്ട നാസർ ഫൈസിയോട് എന്തിനാണ് വെറുതെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിടപെടുന്നത്? അവനവൻ്റെ സമുദായത്തിൽ തന്നെ കല്യാണം കഴിക്കാൻ പോയിട്ട് ഒരു സലാം ചെല്ലാൻ വരെ മടിക്കുന്ന ആളുകളാണ്. അതൊക്കെ ഒന്ന് ആദ്യം നിങ്ങൾക്കൊക്കെ പരിചയം. നിങ്ങളൊക്കെ ഒരു നല്ല പ്രാസംഗികനാണ്, പൊതുപ്രവർത്തകനാണ്, മതപ്രബോധകനാണ് ഒക്കെ. അപ്പോൾ ആദ്യം ആ വിഷയങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെടാം എന്നാണ് അഭിപ്രായം. എല്ലാവരും ഒന്നിക്കട്ടെ, അവരും ഒന്നിക്കട്ടെ, നിങ്ങളും ഒന്നിക്കും. ഞാൻ ഇത്ര കറക്റ്റ് പറയാൻ കാരണം തരും, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞ ശേഷം AP-കാരനാണ്, EK-കാരനാണ്, ജമാഅത്താണ്, മുജാഹിദാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് വിവാഹം ക്യാൻസൽ ചെയ്ത കേസുകൾ എത്രയോ എണ്ണം എൻ്റെ അനുഭവത്തിലുണ്ട്. അതൊക്കെ പരിഹരിച്ചിട്ട് പോരെ മറ്റുള്ള ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടൽ? എന്തിനാണ്? നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വന്ന വാർത്തയ്ക്ക് താഴെ പോയിട്ട് ആ കമൻ്റൊക്കെ ഒന്ന് വായിക്കും. നിങ്ങളെ മാത്രമല്ല ആളുകൾ ചീത്ത വിളിക്കുന്നത്, മനസ്സിലായില്ലേ? എല്ലാവരും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം. എന്തിനതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്? അവനവൻ്റെ സമുദായത്തിലെ കാര്യങ്ങൾ തന്നെ എടുക്കാൻ മാത്രമുണ്ട്. നിങ്ങളടക്കുന്ന സംഘടനാ പ്രവർത്തകരൊക്കെ ഒന്നിച്ച് പോട്ടെ, അവരും ഒന്നിക്കട്ടെ, എല്ലാ മനുഷ്യരും ഒന്നിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോട്ടെ. എന്തിനാ ഈ വിഭാഗീയത ഇങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യം? വ്യക്തികൾ തമ്മിൽ വിഭാഗീയത, സംഘടനകൾ തമ്മിൽ വിഭാഗീയത, സമുദായങ്ങൾ തമ്മിൽ വിഭാഗീയത, എന്തിനാണിത്? ആരെങ്കിലും ഒന്നിച്ചോട്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നല്ലതാണ്, അത് നല്ലതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദയവായിട്ട് ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു അപേക്ഷയുണ്ട്. നിങ്ങളോട് മാത്രമല്ല, നിങ്ങളെപ്പോഴുള്ള മതപ്രബോധകർ, പ്രാസംഗികർ എല്ലാവരോടും കൂടെ പറയാം, വെറുതെ പറയിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഒരുപാട് ആളുകൾ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർ അറിയിക്കുന്നു. എന്തെങ്കിലുമൊക്കെ വായി തോന്നിയൊക്കെ സോഷ്യൽ മീഡിയയിലായാലും സ്റ്റേജ് കെട്ടിയിട്ടായാലും അല്ലാതെയും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കും. ദയവായിട്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഓക്കെ.